തംബ്നെയിൽ ഇങ്ങനെ ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഇങ്ങനെ വീഡിയോ ഇട്ടാലാണ് ഇപ്പൊ റീച്ച് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സൈലം വേഴ്സസ് നിങ്ങൾക്ക് അത് എന്തും എടുക്കാം, ഏത് ഫീൽഡിൽ ഇപ്പം ഏത് പ്ലാറ്റ്ഫോം ആയാലും അല്ലെങ്കിൽ ഇപ്പൊ നീറ്റ് മാത്രമല്ല എന്തെടുത്താലും സൈലം വേഴ്സസ് കമ്പയർ ചെയ്യാന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. 3 വർഷം കൊണ്ട് അങ്ങനെ ഒരു എല്ലാവരുമായിട്ടും കമ്പയർ ചെയ്യപ്പെട്ട രീതിയിൽ ഞങ്ങൾ വളർന്നതിൽ ഒരു സന്തോഷം കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഒരു ഹോണസ്റ്റ് റിവ്യൂ, ലൈക്ക് നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ സൈലത്തിലേക്ക് വരാൻ വളരെ കുറച്ച് ആളുകളാണുള്ളത്, ബാക്കി എല്ലാവരും സൈലത്തിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർക്കായിട്ട് എന്താണ് സൈലം ഇങ്ങനെ കമ്പയറബിൾ, എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയിൽ 3 വർഷം കൊണ്ട് വളർന്നതിന്റെ ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാം. മാത്രമല്ല കുറെ ഓഡിയോസ് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്തു അയച്ചു തന്നു. അപ്പോൾ അതും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാന്നുള്ള വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതായത് 3 വർഷം കൊണ്ട് ഇത്രയധികം പ്ലാറ്റ്ഫോം സൈലം ബിൽഡ് ചെയ്തതും പല വെർട്ടിക്കൽസ് ആയിക്കോട്ടെ, പല രീതിയിൽ സൈലത്തിനെ കമ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നതിൻ്റെ കാര്യം ഞങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. കാര്യം ഞങ്ങൾ അത്രയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വരുന്ന കുട്ടികളായിക്കോട്ടെ, ഞങ്ങൾ പുതിയ ഇന്നോവേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ബാച്ചുകളിലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നടത്തുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം ആ ഓഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസ് മീറ്റിംഗ്, ലൈക്ക് അവരുടെ ഈ പറയുന്ന പോലെ കുട്ടികളെ വിളിക്കുന്ന പേരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ പേരൻസ് മീറ്റിംഗിൽ പേരൻസിനോട് പോലും പറയുന്നത് അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നോ അവരൊരു വർഷം ചെയ്യുന്ന അക്കാഡമിക്സോ ഇതൊന്നും അല്ല സംസാരിക്കുന്നത്. അതിനകത്ത് മെജോറിറ്റി ആ കുട്ടി പറയുന്ന ഓഡിയോ നിങ്ങൾക്ക് ഇപ്പം ഈ പാട്ട് കഴിഞ്ഞാൽ ഉടനെ കേൾക്കാൻ വേണ്ടി പറ്റും. അതായത് അതിനകത്ത് മൊത്തത്തിൽ പറയുന്ന സൈലത്തിലേക്ക് പോകരുത്, പേരൻസിനോടൊക്കെ പറയുന്നത് നിങ്ങൾ മറ്റ് പേരൻസിനോട് പറയണം സൈലൻസിലേക്ക് കുട്ടികളെ വിടരുത്, സൈലത്തിൽ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. അപ്പം കുട്ടി തന്നെ ഇതിനകത്ത് ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് അവർ സൈലത്തിനെ കുറ്റം പറയാൻ വേണ്ടി ഒരു മീറ്റിംഗ് വെച്ച പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതായത് അവിടേക്ക് പോകാൻ പോകുന്ന ഒരു കുട്ടി വേറൊരു കുട്ടിക്ക് അയച്ച ഒരു ഓഡിയോ ആണ് എനിക്ക് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ പോലെ മെന്റർ വഴി എനിക്ക് അയച്ചു തന്ന് കിട്ടിയത്. അവരുടെ പാരൻസ് മീറ്റിംഗ്, എനിക്ക് ആ പാരൻസ് മീറ്റിംഗ് തന്നെ ഈ സൈലത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചൊരു മീറ്റിംഗ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. ഫുൾ സൈലം ഒരു അഡ്വർടൈസ്മെൻ്റാണ്, സൈലത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നിട്ടിങ്ങനെ അവരെ കുറേ ഇങ്ങനെ പൊക്കി പറഞ്ഞു, സൈലത്തിനെ കുറേ ഇങ്ങനെ താഴ്ത്തി പറയുന്നു, അങ്ങനെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ആദ്യം അവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, ആ ഓഡിയോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങളുടെ പോസിറ്റീവ് സംസാരിക്കുക, നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത് സംസാരിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടി എന്ത് ചെയ്യുള്ളൂ, കൺവിൻസ് ആവത്തുള്ളൂ. കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കേൾക്കുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നെഗറ്റീവ് പറയാൻ മാത്രമാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യും, അവർ പോലും നിങ്ങളെ ചെറുതായിട്ട് എന്ത് ചെയ്യുള്ളൂ, കാണുള്ളൂ. സൈലം എത്ര മീറ്റിംഗ് നടത്തുന്നുണ്ട്, എത്ര പേരൻസ് മീറ്റിംഗ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാവുന്ന രീതിയിൽ എത്രത്തോളം പേരൻസ് മീറ്റിംഗും സൈലത്തിലെ കുട്ടികൾക്കറിയാം. ഞങ്ങളുടെ പോസിറ്റീവ് സംസാരിക്കുള്ളൂ, ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങളുടെ ഹൈബ്രിഡ് പ്രോഗ്രാം, ഞങ്ങൾ ഈ പറഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കളേർഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ, ഞങ്ങളുടെ മോഡൽ, ഞങ്ങളുടെ ഈ പറഞ്ഞ ടീച്ചേഴ്സ് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ വർഷമുള്ള സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ്, ഇതുപോലത്തെ കാര്യങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ സൈലം മീൻസ് ഈ വർഷം എന്ത് ചെയ്യുന്നത് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊക്കെയാണ് സൈലം എന്ത് ചെയ്യുന്നത് സംസാരിക്കുക. കാര്യം ഞങ്ങൾക്ക് അത്രത്തോളം സംസാരിക്കാണ്ട് ഞങ്ങൾ വേറൊരു കാര്യത്തിലേക്കും പോകാറില്ല. അപ്പം നിങ്ങൾ ആക്ച്വലി ഈ കുട്ടി പറയുന്ന പോലെ ഞങ്ങളുടെ നെഗറ്റീവിന് വേണ്ടി മീറ്റിംഗ് ഒക്കെ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് ഡൗൺ ആയി പോവുകയും നിങ്ങളത് നെഗറ്റീവായിട്ട് എന്ത് ചെയ്യുള്ളൂ ആളുകൾ കാണുന്നു. ഒരു ഇൻഡയറക്ട്ലി ഞങ്ങൾക്ക് ഒരു ബ്രാൻഡിങ് കൂടെയാണ് നിങ്ങൾ തരുന്നത്. അതിൽ ഇനി നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൈലം വേഴ്സസ് എന്ന് പറഞ്ഞൊരു കമ്പാരിസണിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷം കൂടെ ഞാൻ എന്ത് ചെയ്യുക പങ്കുവെക്കുകയാണ്. ഇനി അങ്ങനെ മീറ്റിംഗ് വിളിച്ച് നെഗറ്റീവ് പറയുന്നതിനപ്പുറത്തേക്ക് ഫേക്ക് കമന്റുകൾ, ഫേക്ക് അക്കൗണ്ടുകൾ, 1 മണിക്കൂർ മുമ്പ് തുടങ്ങിയ ചാനലുകളിൽ നിന്നുള്ള കമന്റുകൾ, ആ കമ്പാരിസൺ വീഡിയോ സ്വയം ഉണ്ടാക്കിയിട്ട് അതിനടിയിൽ ഇടിയിക്കുക, ഇങ്ങനത്തെ പ്രോസസ്സുകളൊക്കെയാണ് പലരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും സൈലത്തിൽ അഡ്മിഷൻ എന്താണ് അത്രത്തോളം ഉണ്ട്, കുട്ടികൾ വിശ്വസിച്ച് വരുന്നുണ്ട്. ഈ വർഷത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 0-ൽ നിന്ന് 10-ന് മുകളിൽ 700+ സൈലം എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. 0-ൽ നിന്നാണ്. അപ്പം മാർക്ക് അടിസ്ഥാനത്തിൽ ഒന്നുമല്ല കുട്ടികൾ എന്ത് എടുത്തിട്ടുള്ളത്. അപ്പം അത്രയും കുട്ടികളിൽ നിന്ന് സൈലം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ മോഡലിന്റെ ഒരു വിജയമാണ്. ഒരു കുടുംബത്തിലെ 3 പേരും ഒരു കുടുംബത്തിലെ 2 പേരും ഒക്കെ ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട് റിസൾട്ടിലേക്ക്, അതായത് എഫേർട്ട് എടുക്കാൻ തയ്യാറാവുന്നവരെല്ലാം റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ മോഡലിന്റെ വിജയമാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറയാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. കാര്യം അതേ ഞങ്ങൾ പറയുകയുള്ളൂ. അപ്പോൾ ഈ കമ്പാരിസൺ ഇടുന്ന സമയത്തേക്ക് ആ കമ്പാരിസൺ നോക്കുന്ന ആളുകൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത്. മക്കളെ, ദ ബെസ്റ്റ് അക്കാഡമിക്സ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 അക്കാഡമിക്സ് എന്ന് പറയുന്ന സയൻസിൽ തന്നെയാണുള്ളത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറായി, ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം, അത് ക്ലാസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഓഫ്ലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ഓൺലൈൻ ആയിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ് സൈലത്തിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇവിടെ പഠിച്ച കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി അറിയണം. ഇനി സൈലം എന്തുകൊണ്ട് ഇത്ര അക്സെപ്റ്റൻസ് എന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലത്തിന്റെ ക്ലാസ് തന്നെയാണ്. ഇപ്പോൾ യൂട്യൂബിൽ സൈലം ഫ്രീ ക്ലാസ്സുകൾ തുടങ്ങുന്നത്, എല്ലാ ക്ലാസ്സുകൾക്കും ഉണ്ട്. ഇപ്പോൾ നീറ്റ് നിങ്ങൾ നോക്ക്, എക്സാമിന് മുമ്പുള്ള 10 days ചലഞ്ച് ആയിക്കോട്ടെ, അതിന് മുമ്പത്തുള്ള 1 shot സീരീസുകൾ ആയിക്കോട്ടെ,
1.25 1.3 lakhs അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയധികം വ്യൂ ആണ് എന്ത് ചെയ്യുന്നത് സൈലത്തിന്റെ ലൈവിനൊക്കെ വരുന്നത്, പിന്നീടുള്ള റിപ്പീറ്റ് വാച്ചും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. അപ്പം സൈലത്തിലുള്ള കുട്ടികൾ മാത്രമാണോ അത്രയും കുട്ടികൾ സൈലത്തിലില്ല. അപ്പൊ കേരളത്തിലെ എല്ലാ ഓഡിയൻസും, നീറ്റ് എഴുതാൻ പോകുന്ന ഓഡിയൻസ് സൈലത്തിലെ ക്ലാസ് കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചില മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ എല്ലാവരും ഓടി വന്നിട്ട് സാർ ക്ലാസ് കാണാറുണ്ട്, പക്ഷെ സൈലത്തിലല്ല പഠിച്ചിട്ടുള്ളതെന്ന് പറയാറുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ സൈലം നാളെ ക്ലാസ് നിർത്തും? ഇല്ല. സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നീറ്റ് JEE ആസ്പിറൻസ്, ഇനി കീം ആയിക്കോട്ടെ, കീമിന്റെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ് ഫസ്റ്റ് 15 days ചലഞ്ചിന്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും അധികം ആളുകളിലേക്ക്, എഴുതുന്ന എല്ലാ ആളുകളിലേക്കും അത്രയും നല്ല ക്ലാസ്സുകൾ എത്തിക്കാൻ പറ്റുന്നതാണ് സൈലത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൈലത്തിന്റെ ക്ലാസ് എന്താണെന്നും സൈലത്തിലെ അക്കാഡമിക്സ് എന്താണെന്നും സൈലം പറഞ്ഞത് ചെയ്യുമെന്നുള്ള കൃത്യമായ വിശ്വാസത്തിൽ തന്നെയാണ് കുട്ടി ഇവിടെ വരുന്നത്. ആ വിശ്വാസം കാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട, നീറ്റ് ആയാലും JEE ആയാലും നിങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യേണ്ട, ഇനിയിപ്പോൾ റീറിപ്പീറ്റ് സൈലം മക്കളെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആണ് സൈലത്തിന് അക്കാഡമിക്സ് എന്ന് പറയുന്നത്. ഡിസംബർ കൊണ്ട് പോർഷൻ തീർത്തുള്ള റിവിഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞുള്ള എക്സാംസ് ആയിക്കോട്ടെ, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറ്റങ്ങൾ ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം ഞങ്ങൾ ചെയ്യുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ വളർച്ച കണ്ടുള്ള അവരുടെ പേടിയായിരിക്കാം, എന്തും ആയിക്കോട്ടെ, അതിലൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല. ഈ കുറ്റം പറയാൻ, ഞങ്ങൾ ആരെയും കുറ്റം പറയാൻ വേണ്ടി എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്, ഇതേ ഞങ്ങൾ എന്ത് ചെയ്യാറുള്ളൂ, പറയാറുള്ളൂ. അത് ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ഇനി, അതായത് റിപ്പീറ്റ് ചെയ്യാനോ റീറിപ്പീറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ആളുകളാണ്, സൈലത്തിലേക്ക് ഇനി അവസാന ബാച്ചുകളിൽ വരാനുള്ള ആളുകളാണെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങ് പോര്, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേടിത്തരും. അത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും, എഫേർട്ട് എടുക്കും, ഞങ്ങൾ വർക്ക് ചെയ്യാൻ തന്നെ ചെയ്യും. നിങ്ങൾ ഈ കണ്ട റിപ്പീറ്റർ ബാച്ചിന്റെ ലോഞ്ചിലൊക്കെ കണ്ട കുട്ടികൾ, അത്രത്തോളം കുട്ടികൾ അവിടെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ, എല്ലായിടത്തും ജോയിൻ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ അധികം കുട്ടികൾ സൈലത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് സൈലത്തിന്റെ ഈ പറഞ്ഞ എഫേർട്ടിന്റെ ഒരു വിജയം കൂടെയാണ്. അത് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പം വേഴ്സസ് വീഡിയോയിൽ സൈലം വരുന്നില്ല, വളരെ സന്തോഷം. അതിന് മാക്സിമം റീച്ച് കിട്ടട്ടെ. സൈലം ആത്മാർത്ഥമായിട്ട് എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയായിരിക്കും. ഇനിയും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അടുത്ത വർഷവും തുടർന്നുകൊണ്ടിരിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ ഇപ്പം വഴിയിൽ, ഈ പറഞ്ഞ പോലെ പോകുന്ന വഴിയിൽ, അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ തട്ടിത്തടഞ്ഞ് വീണവരുണ്ടാകും, ചെറിയ മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലെ കിട്ടാതാകുന്ന ആളുകളുണ്ടാകും. അവരോടൊപ്പം സൈലം ഉണ്ടാകും. മാക്സിമം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പം പേൾ വീഡിയോ വെച്ചിട്ട് ബാച്ച് വേണമെന്ന് കുറെ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു. നമ്മളിത് ആരംഭിക്കാൻ വേണ്ടി പോവാ. എക്സാം ബാച്ച് നിങ്ങൾ ചോദിച്ചു, ആ എക്സാം ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഒരു ബാച്ചും കൂടെ എന്ത് ചെയ്യുക, ഓൺലൈനിൽ തുടങ്ങാവോ, റെക്കോർഡ് ക്ലാസ് വെച്ച് അത് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാം. നിങ്ങളുടെ പറയുന്ന റിക്വസ്റ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ടോട്ടലി എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ഈ പറഞ്ഞ അക്കാഡമിക്സ് ഉൾപ്പെടെ എല്ലാം മോഡിഫൈ ചെയ്യുന്നത്. കാര്യം നമുക്കത് പോസിബിൾ ആണ്. നമ്മൾ തുടങ്ങിയ ആളുകൾ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് ഫ്ലെക്സിബിൾ ആണ്. നമ്മളത് മാറ്റി ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങളുടെ ടീച്ചേഴ്സാണ് ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ ടീമാണ് വിജയം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലത്തിനെ നിങ്ങൾ നെഗറ്റീവ് പറയാൻ ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞോളൂ, സന്തോഷമേ ഉള്ളൂ. അത് ഞങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും, അത് തിരിച്ചറിയും. ഞങ്ങളെ മനസ്സിലാക്കി വരുന്നവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.